ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളിലെ ഒന്നാമത്തെ ഭാഗമാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നെക്സ്റ്റ് 10ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. അതായത് 8ാം ക്ലാസ്സിലെ സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ 8ാം ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ആദ്യം തൊട്ട് തന്നെ നല്ലപോലെ കേട്ട് എഴുതി പഠിച്ചാൽ നമുക്ക് അടുത്ത വർഷവും ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ചാപ്റ്റർ നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്കെടുക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are 100 beads black and white in a box. 10 more black than white. How many black and how many white? ഇതാണ് ചോദ്യം അല്ലേ. അതായത് ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അങ്ങനാണെങ്കിൽ കറുപ്പ് എത്ര എണ്ണമുണ്ട്, വെളുപ്പ് എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താ, ആകെ മുത്തുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 100 എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്. പിന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്, വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുത്ത മുത്തുകൾ. അതായത് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. അതായത് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് ബ്ലാക്കിന് ബ്ലാക്ക് ബീഡ്സിന് ബ്ലാക്ക് എന്ന് ഞാൻ എഴുതി. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിനേക്കാളും 10 കൂടുതലാണ്. മനസ്സിലായോ? കറുത്ത മുത്തുകൾക്ക് പകരം കറുപ്പ് എന്ന് പറയുന്നത് കറുത്ത മുത്തുകളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. വെള്ള മുത്തുകളിനേക്കാൾ 10 കൂടുതലാണ്. ഇതാണ് ബന്ധം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ കറുപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്ന വെള്ളയുടെ എണ്ണത്തിനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? കറുത്ത മുത്തുകളുടെ എണ്ണം ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്ന വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ റിലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തുമായിട്ടാണോ ബന്ധപ്പെടുത്തി പറയുന്നത് അതിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. വെള്ള മുത്തുകളുടെ എണ്ണത്തിന് എക്സ് എന്നെടുക്കാം. അങ്ങനാണെങ്കിൽ കറുത്ത മുത്തുകൾ എത്ര വരും, ബ്ലാക്ക് ബീഡ്സ് എത്ര വരും? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. മനസ്സിലായല്ലോ? അപ്പോൾ കറുത്ത മുത്തുകൾ എത്ര വരും? എക്സ് പ്ലസ് 10 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 100 എണ്ണം ഉള്ളത്. അപ്പോൾ കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും കൂടെ കൂട്ടുന്നത്. അപ്പോൾ കറുത്ത മുത്തുകൾ എത്രയുണ്ട്? ബ്ലാക്കും വൈറ്റും കൂടെ കൂട്ടുമ്പോഴാണ് 100. നമ്മൾ ആദ്യം എഴുതിയ സ്റ്റെപ്പ് ആണല്ലോ. അപ്പോൾ കറുത്ത മുത്തുകൾ എത്രയുണ്ട്? എക്സ് പ്ലസ് 10 ഉണ്ട്. ഇതാണ് കറുത്ത മുത്തുകളുടെ എണ്ണം. അതിൻ്റെ കൂടെ വൈറ്റ് വെള്ള മുത്തുകളുടെ എണ്ണം എത്രയാണ്? എക്സ് എണ്ണം ഈക്വൽ ടു 100 ആണല്ലോ. ഈ എക്സിൻ്റെ കൂടെ എക്സ് കൂട്ടുമ്പോൾ 2x എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 2x പ്ലസ് 10 ഈക്വൽ ടു 100 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് എക്സിൻ്റെ വിലയാണ് കാണുന്നത്. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് ഉള്ള പദം, എക്സ് ഉള്ള ടേമിനെ അവിടെ വെക്കുക. അപ്പോൾ 2x അവിടെ വെക്കുക. എന്നിട്ട് ഈ 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ 100 ഓൾറെഡി വലതുവശത്തുണ്ട്. ഇനി ഈ പ്ലസ് 10നെ നമുക്ക് അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പം അതെന്താവും? -10 ആവും. അപ്പോൾ 2x ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു സൈൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന 2x ഈക്വൽ ടു വലതുവശത്ത് 100 - 10 എന്ന് പറയുന്നത് എത്രയായി? 90 ആയി. അപ്പോൾ എക്സ് എന്ത് വന്നു? 2xൻ്റെ അർത്ഥം 2 ഇൻറ്റു എക്സ് ഗുണിച്ചിരിക്കുകയാണ്. അത് ആ 2നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ഓൾറെഡി വലതുവശത്തുള്ള 90 എഴുതുക. 2യെ വലതുവശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻറ്റു എന്നുള്ളത് ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 45 എന്ന് കിട്ടിയല്ലോ. അങ്ങനാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആരുടെ എണ്ണമാണ്?
വെള്ളമുത്തുകൾ വൈറ്റ് ബീഡ്സ് ആണ് 45. അപ്പോൾ എക്സ് 45 എന്നുള്ളത് വൈറ്റ് അഥവാ വെള്ളമുത്തുകളുടെ എണ്ണം എന്ന് കിട്ടിയല്ലോ. ഇനി കറുത്ത മുത്തുകൾ കിട്ടണമല്ലോ. കറുത്ത മുത്തുകൾ എത്രയാണ്? x+10 അല്ലേ. അപ്പോൾ x+10 എത്ര വന്നു? 45ൻ്റെ കൂടെ 10 കൂട്ടുക. അപ്പോൾ എത്ര വന്നു? 55 കിട്ടിയില്ലേ. 55 എന്തിൻ്റെ എണ്ണമാണ്? ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണമാണ്, അല്ലെങ്കിൽ കറുത്ത മുത്തുകളുടെ എണ്ണമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ കറുത്ത മുത്തുകൾ 55 എണ്ണവും വെള്ള മുത്തുകൾ 45 എണ്ണവും ആണെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇതേപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് പേജ് നമ്പർ 10 ഒന്നാമത്തെ ചോദ്യം നമുക്ക് ആദ്യം ചെയ്യാം. Priya bought a bag and a pair of slippers for 1,100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? അതായത് പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാളും 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ്? ബാഗിൻ്റെയോ? ഇവിടെ ചോദ്യത്തിൻ്റെ മുകളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മനക്കണക്കായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരക്ഷരം ഉപയോഗിച്ചുള്ള സമവാക്യമാക്കി ചെയ്യാം, അല്ലെങ്കിൽ 2 അക്ഷരമുള്ള സമവാക്യമാക്കി ചെയ്യാവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരക്ഷരമുള്ള സമവാക്യമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരൊക്കെയുള്ള സമവാക്യം വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ആകെ എമൗണ്ട് എത്രയാണ്? 1,100 റുപ്പീസ് ആണ് തന്നിട്ടുണ്ടല്ലോ. ടോട്ടൽ എമൗണ്ട്, ആകെ വില. ഈ ആകെ വില എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്? ബാഗും ചെരുപ്പും അല്ലേ. ബാഗ് പ്ലസ് ചെരുപ്പ് ആണല്ലോ. അപ്പോൾ ബാഗിൻ്റെ വില ചെരുപ്പിൻ്റെ വിലയും കൂടെ കൂട്ടുമ്പോഴാണ് എത്ര രൂപ? 1,100 രൂപ ആണല്ലോ. ബാഗും സ്ലിപ്പേഴ്സും കൂടെ രണ്ടിൻ്റെയും കൂടെ എമൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1,100 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാഗിന് ചെരുപ്പിനേക്കാളും 300 രൂപ കൂടുതലാണ്. അപ്പോൾ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ചെരുപ്പിൻ്റെ വിലയേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പം ഇങ്ങനെ എഴുതാവല്ലോ. ബാഗിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടണം? 300 രൂപയും കൂടെ കൂട്ടുമ്പോഴാണ് ബാഗിൻ്റെ എമൗണ്ട് ആകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാഗിൻ്റെ എമൗണ്ടിനെ എന്തിൻ്റെ എമൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? സ്ലിപ്പേഴ്സിൻ്റെ എമൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ആയിട്ട് ആരുടെ എമൗണ്ടിനെ എടുക്കേണ്ടത്? സ്ലിപ്പേഴ്സിൻ്റെ വിലയാണ് എടുക്കേണ്ടത്. ബാഗിൻ്റെ വിലയെ ചെരുപ്പിൻ്റെ വിലയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്തുമായിട്ടാണോ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതിന് എക്സ് എന്ന് കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് ദി സ്ലിപ്പേഴ്സ്. മനസ്സിലായല്ലോ. ചെരുപ്പിൻ്റെ വിലയാണ് എക്സ്. ചെരുപ്പിൻ്റെ വിലയുമായിട്ടല്ലേ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. ചെരുപ്പിൻ്റെ വിലയെ എക്സ് രൂപ എന്ന് എടുക്കാം. അപ്പോൾ ബാഗിൻ്റെ കോസ്റ്റ് എത്രയാണ്? പ്രൈസ് ഓഫ് ദി ബാഗ് എന്ത് വരും? നമ്മൾ ഈ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. സ്ലിപ്പറിൻ്റെ എമൗണ്ടായ എക്സിൻ്റെ കൂടെ 300 രൂപ കൂട്ടുക. അപ്പോൾ ബാഗിൻ്റെ വില എന്ത് വന്നു? ചെരുപ്പിൻ്റെ വിലയായ എക്സിൻ്റെ കൂടെ 300 രൂപയും കൂടെ കൂട്ടണം. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 1,100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാഗിൻ്റെ വില ആദ്യം എഴുതുക. എക്സ് പ്ലസ് 300 ഇതാണ് ബാഗിൻ്റെ വില ആണല്ലോ. പ്ലസ് അതിൻ്റെ കൂടെ ചെരുപ്പിൻ്റെ സ്ലിപ്പേഴ്സിൻ്റെ വില എത്രയാണ്? എക്സ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 1,100 കിട്ടുന്നത്. മനസ്സിലായല്ലോ. ബാഗിൻ്റെ വില എക്സ് പ്ലസ് 300, അതിൻ്റെ കൂടെ ചെരുപ്പിൻ്റെ വിലയും കൂടെ കൂട്ടുമ്പോൾ 1,100 രൂപ കിട്ടി. ഇവിടെ രണ്ടിടത്ത് എക്സ് ഉണ്ട്, രണ്ടും കൂടെ കൂട്ടാനായതുകൊണ്ട് 2x പ്ലസ് 300 ഈക്വൽ ടു 1,100 എഴുതാമല്ലോ. എക്സിൻ്റെ വിലയാണ് കാണേണ്ടത്. എക്സ് ഉള്ള ടേമിനെ നമ്മൾ അവിടെ വെക്കും. എന്നിട്ട് ഈ പ്ലസ് 300നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ആ 2x എക്സ് ഉള്ള ടേം അതേപോലെ വെച്ചു, ഈക്വൽ ടു സൈൻ ഇട്ടു, വലതുവശത്ത് 1,100 എഴുതി. ഇനി പ്ലസ് 300നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് 300 ആയി. അപ്പോൾ 2xൻ്റെ വില എത്ര വന്നു? 1,100ൽ നിന്ന് 300 പോകുമ്പോൾ 800.
അപ്പോൾ എക്സ് എന്ത് കിട്ടി? എക്സ് ആണ് നമുക്ക് വേണ്ടത്. ഈ 2നെ എക്സ് കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ വലതുവശത്തുള്ള 800 ആദ്യം എഴുതുക. ഗുണിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പം ഡിവിഷനാവും, ഹരണമാവും. അപ്പോൾ എക്സ് എത്ര വന്നു? 400 എന്ന് വന്നല്ലോ. എക്സ് ആരുടെ വിലയാണ്? ചെരുപ്പിൻ്റെത്, സ്ലിപ്പേഴ്സിൻ്റെ ആണ് എക്സ് അല്ലേ? ചെരുപ്പിൻ്റെ വില കിട്ടിയല്ലോ. ഇനി ബാഗിൻ്റെ വില എന്താണ്? എക്സ് പ്ലസ് 300 ആണ്. അപ്പം 400ൻ്റെ കൂടെ 300ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 700 റുപ്പീസ് വന്നല്ലോ. എന്തിൻ്റെ വിലയാണ്? ബാഗിൻ്റെത്. മനസ്സിലായില്ല? ബാഗിൻ്റെ വില 700ഉം ചെരുപ്പിൻ്റെ വില 400 രൂപയെന്നും കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് 2 അക്ഷരം ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ ചെയ്യാം. അതായത് 2 സമവാക്യങ്ങൾ വരുന്ന ആ സെക്ഷൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതേപോലെ ഒരൊറ്റ അക്ഷരം വെച്ചിട്ട് ചെയ്യുന്ന, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. ഒരൊറ്റ അക്ഷരം വെച്ചിട്ട് ചെയ്യുന്ന നല്ല രീതിയിൽ പഠിച്ചിട്ടാണെങ്കിൽ 2 അക്ഷരം ഉള്ളത് നിങ്ങൾക്ക് എളുപ്പമാവും. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 centimeters ആൻഡ് വൺ സൈഡ് ഈസ് 8 centimeters ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ, ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പം നമുക്കിവിടെ ചതുരം വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവിടെ ചതുരം വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് അഥവാ നീളത്തിന് L എന്നും ബ്രെഡ്ത്തിന് വീതി B എന്നും എടുത്തു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? ചുറ്റളവ് അഥവാ പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള സമവാക്യം നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. പെരിമീറ്റർ ഇനി നിങ്ങൾക്ക് സമവാക്യം അറിയത്തില്ലെങ്കിൽ പോലും നമുക്കത് ചെയ്യാം. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള വശങ്ങളുടെ അളവുകൾ കൂട്ടുക. മനസ്സിലായല്ലോ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശവും കൂടെ കൂട്ടുമ്പോഴാണ് പെരിമീറ്റർ കിട്ടുന്നത്. അത് ഏത് ഷേപ്പ് ആയിക്കോട്ടെ. ഇനി ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമല്ലേ. അപ്പോൾ ഇതെല്ലാണെങ്കിൽ ഇതും L ആണ്, ഇത് B ആണെങ്കിൽ ഇതും B ആണ്. അപ്പോൾ 2 പ്രാവശ്യം Lഉം കൂട്ടണം, 2 പ്രാവശ്യം Bയും കൂടെ കൂട്ടുക. അങ്ങനെ സമവാക്യം അറിയാൻ വയ്യാത്തവർ അങ്ങനെ ചെയ്യുക. അത് കൂട്ടുമ്പോൾ എത്രയും തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് സമവാക്യം അറിയാമെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള സമവാക്യം 2 × L + B = 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കണ്ടോ? 2 പ്രാവശ്യം Lഉം 2 പ്രാവശ്യം Bയും കൂടെ കൂട്ടുമ്പോഴാണ് 40. അപ്പോൾ അത്ര മനസ്സിലായല്ലോ? ഇനി ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഒരു വശം മറ്റേ വശത്തിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ കൂടുതലുള്ളതല്ലേ നമ്മൾ എടുക്കേണ്ട. കൂടുതൽ എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാൾ എത്ര കൂടുതലാണ്? മറ്റേ വശത്തിനേക്കാൾ 8 കൂടുതലാണ്. മനസ്സിലായോ? വലിയ വശം എന്ന് പറയുന്നത് ചെറിയ വശത്തേക്കാൾ 8 കൂടുതലായതുകൊണ്ടാണ് വലിയ വശം സമം ചെറിയ വശത്തിനേക്കാൾ 8 കൂടുതൽ എന്നെടുത്തത്. ക്ലിയർ ആയല്ലോ? ഇനി കുറവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എഴുതേനെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ എക്സും വൈയും കൊടുക്കാം. എക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം Lഉം Bയും ഒക്കെ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലായിടത്തും എക്സ് ഉപയോഗിക്കാം, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഈ സമവാക്യം അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ 2നെ നമുക്ക് ആദ്യം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേക്കാം. അപ്പോൾ L + B എന്ത് വന്നു? 40നെ 2 കൊണ്ട് ഹരിക്കുക. 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 20 വന്നല്ലോ. അതായത് നീളവും വീതിയും കൂടെ കൂട്ടുമ്പോൾ 20 സെൻറ്റിമീറ്റർ ആണെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഇനി ലെങ്ത് അഥവാ നീളം എന്താണ്? വീതിയുടെ കൂടെ 8 കൂട്ടണം. ഈ നീളത്തിന് നമുക്ക് ഈ ലെങ്തിന് വീതിയുടെ കൂടെ 8 കൂട്ടുമ്പോഴാണെന്ന് നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പ്ലസ് BEB = 20 എന്ന് കിട്ടി. ഇപ്പോൾ കണ്ടോ? ഒരൊറ്റ അക്ഷരം മാത്രമായില്ലേ. ഇനി ബിയും ബിയും കൂടെ കൂട്ടുമ്പോൾ 2B + 8 = 20 എന്ന് കിട്ടിയല്ലോ. ഈ നമുക്ക് ബീഡാണ് കാണേണ്ടത്. അപ്പോൾ ആ ഒരു പദം അവിടെ വെക്കുക. എന്നിട്ട്
ഈ വലതുവശത്തെ 20 ആദ്യം എഴുതുക, എന്നിട്ട് ഈ +8 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. +8 അപ്പുറത്തേക്ക് പോകുമ്പോൾ -8 ആകും. അപ്പോൾ 2b എത്ര വന്നു? 20 നിന്ന് 8 പോയപ്പോൾ 12 വന്നു. അപ്പോൾ ബി എത്ര വന്നു? 12 ÷ 2. ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വന്നപ്പോൾ ഡിവിഷനായി. അതെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയി ആണല്ലോ. ഈ ബി എന്താണ്? ചെറിയ വശത്തിൻ്റെ നീളം അല്ല. ഇനി അടുത്തത് എല്ലാം കൂടെ കാണണമല്ലോ. അത് b + 8 ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് 6 ആണ്. 6 + 8 എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ഇതിപ്പോൾ രണ്ട് വശത്തിൻ്റെ നീളങ്ങൾ കിട്ടിയില്ല. അപ്പോൾ സൈഡ്സ് ഏതൊക്കെ വന്നു? 6 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററും. വശങ്ങൾ 6 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററും കിട്ടിയല്ലോ. രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായില്ല. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബാക്കി എക്സാമ്പിളും ആ കൂടെ ഡിസ്കസ് ചെയ്യാം.